ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 13 പ്രോ ആണ്. അപ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ സീരീസായ ഐഫോൺ 13 സീരീസിലെ ഐഫോൺ 13 പ്രോ ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 സ്മാർട്ട് ഫോണാണ് ഐഫോൺ ഇറക്കിയിരിക്കുന്നത്. 13 പ്രോ, 13 പ്രോ മാക്സ്, 13ഉം 13 മിനിയാണ് വരുന്നത്. 4 ഫോൺസാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഐഫോൺ 13 പ്രോയിലും പ്രോ മാക്സിലും വരുന്നത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഹയർ റിഫ്രഷ് റേറ്റ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. അതേപോലെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലും ആപ്പിൾ പറയുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയ ഡിഫറൻസ് ആണ് വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ആപ്പിളിൻ്റെ A15 ബയോണിക് ചിപ്പും iOS 15ഉമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഐഫോൺ 13 പ്രോൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഐഫോൺ 13 പ്രോൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഐഫോൺ 13 പ്രോൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സിയറ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാമറാസ് വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതേപോലെ 120 ഹെർട്സ് ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വലിയ ചേഞ്ച് എന്ന് പറയാവുന്നത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി, ബാറ്ററി വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. അതേപോലെ ആപ്പിളിൻ്റെ ബയോണിക് A15 ചിപ്പാണ് വരുന്നത്. ഇത്രത്തോളം ചേഞ്ചസ് വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഐഫോണായിട്ട്. അപ്പോൾ വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നെല്ലാം നമ്മൾ വഴിയെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് 128 GB സ്റ്റോറേജ്, 128 GB ബേസിക് വേർഷനായിട്ട്, അതായത് സ്റ്റാർട്ടിംഗ് വേർഷൻ വരെ 128 GB കൊടുത്തിട്ടുണ്ട് ഇത്തവണ. അതൊരു ചേഞ്ച് ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സാർ വാല്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ആക്ച്വലി ലെസ് ദാൻ 1.6 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആപ്പിൾ ഐഫോൺ 13 പ്രോ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് ചാർജറൊന്നും വരുന്നില്ല, കേബിൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സിയറ ബ്ലൂ, ഇത് 4 കളേഴ്സിലാണ് ആക്ച്വലി അവൈലബിൾ ആവുന്നത്. ഒരു ഗ്രാഫൈറ്റ് ഗ്രേ ഉണ്ട്, പിന്നെ ഒരു സിൽവർ, ഗോൾഡ്, അതേപോലെ സിയറ ബ്ലൂ ആണ് വളരെയധികം ഡിമാൻഡുള്ള കളർ എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഇതിൽ കാര്യമായ ഒന്നും തന്നെ ചേഞ്ച് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ മുകളിൽ വരുന്നത് സിയറ ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ ആപ്പിളിൽ ഒരു പ്ലാസ്റ്റിക് കവർ മുകളിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സിയറ ബ്ലൂ എന്ന് പറഞ്ഞ കളറ്, ഒരു ബ്ലൂയിഷ് കളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, ഇത് മൊത്തം മെറ്റൽ ചാസിയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് ബ്ലാക്കിലും ഫ്രണ്ടിലെ ഗ്ലാസ് ആണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ക്യാമറ ബമ്പ് കണ്ടില്ലേ, വളരെയധികം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു വളരെ ഹയർ ക്യാമറ ബമ്പാന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് വരാം. അപ്പോൾ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഒരു സ്റ്റിക്കർ കാണാം. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മാനുവലും ഇൻഫർമേഷൻ ഗൈഡാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു കേബിൾ കാണാം. ആപ്പിളിൻ്റെ ട്രഡീഷണൽ ലൈറ്റ്നിങ് കേബിളാണ് വരുന്നത്. USB Type-C ടു ലൈറ്റ്നിങ് കേബിളാണ്. അഡാപ്റ്റർ ഇല്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് അഡാപ്റ്റർ മേടിക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരെ. നമുക്ക് മെയിനായിട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. ഇതാണ് ആപ്പിൾ ഐഫോൺ 13 പ്രോ. നല്ല വെയിറ്റ് ഉണ്ട് ആക്ച്വലി. ഇതാണ് സിയറ ബ്ലൂ എന്ന് പറഞ്ഞ കളറ്. ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറാണ്, കുറച്ചൊരു ഗ്രേയിഷ് മിക്സും കൂടി ഉണ്ട്. പ്യുവർ ബ്ലൂ അല്ല എങ്കിലും ഒരു ബ്ലൂയിഷ് ടിൻറ്റ് വരുന്ന ഒരു കളറാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ബ്രീഫായിട്ട്, എന്തൊക്കെയാണ് അതിൽ വന്ന് ചേഞ്ച് ആദ്യം തന്നെ നമുക്ക് പറയാം ബൂട്ട് ചെയ്യുന്നതിന് മുമ്പേ. അപ്പോൾ ഇതൊരു മെറ്റൽ ചാസിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പവർ ബട്ടൺ കാണാം. പിന്നെ ഇവിടെ വോളിയം കീസ് കാണാം, സിം ട്രേ കാണാം. അതേപോലെ ഇവിടെ ഒരു അലേർട്ട് സ്ലൈഡർ ഉണ്ട്, നമുക്ക് എന്താ പറയുക മ്യൂട്ട് ആക്കണമെങ്കിലുള്ള. പിന്നെ ഇവിടെ ഒരു ലൈറ്റ്നിങ് കേബിൾ കാണാം, സ്പീക്കർ യൂണിറ്റ് കാണാം. മോൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു ഹെവി ഡിവൈസാണ്. ഇവിടെ ഒരു ആപ്പിളിൻ്റെ ലോഗോ ആണ്. ഇനി ക്യാമറ സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 12 മെഗാപിക്സൽ f1.5 അപ്പേർച്ചർ ക്യാമറയാണ് പ്രൈമറി വൈഡ് ആംഗിൾ ക്യാമറ പറയുന്നത്. ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ആണ്. സെൻസർ ഷിഫ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് വരുന്നത്. അപ്പോൾ സെൻസർ ഷിഫ്റ്റ് OIS എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ സെൻസറാണ് മൂവ് ചെയ്യണത്, ലെൻസ് അല്ല, സെൻസറാണ് മൂവ് ചെയ്യണത്. അതൊരു പുതിയ ടെക്നോളജിയാണ്. പിന്നെ 12 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ്. f2.8 അപ്പേർച്ചറാണ്. 3x ഒപ്റ്റിക്കൽ സൂം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ 12 മെഗാപിക്സൽ f1.8 അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇൻക്ലൂഡഡ് വരുന്നത്.
പിന്നെ LED ഫ്ലാഷും കാണാം. ഡ്യുവൽ LED ഫ്ലാഷാണ് വരുന്നത്. 4K 60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit HDR ഡോൾബി വിഷൻ റെക്കോർഡിങ്ങും സപ്പോർട്ടഡ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ 12 MP f2.2 അപ്പർച്ചർ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഡിസ്പ്ലേയിലും വളരെയധികം ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ബൂട്ട് ചെയ്ത് ഡിസ്പ്ലേ കുറിച്ച് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6.1 ഇഞ്ചസ് സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. HDR10 ഡോൾബി വിഷൻ. മാക്സിമം ബ്രൈറ്റ്നസ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് 1000 nits ആണ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1200 nits ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ പിക്സൽസ് പറഞ്ഞാൽ 1170/2532 പിക്സൽസ് ആണ് വരുന്നത്. അറൗണ്ട് 460 പിക്സൽ ഡെൻസിറ്റി PPI ആണ് ഡെൻസിറ്റി വരുന്നത്. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് സെറാമിക് ഗ്ലാസ് ആണ്. അതേപോലെ തന്നെ ട്രൂ ടോൺ ഡിസ്പ്ലേന് വൈഡ് കളർ ഗ്യാമറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്താലേ പറയാൻ പറ്റും. എങ്കിലും നല്ല ഒരു റിഫ്രഷ് റേറ്റ് ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, വളരെ മികച്ചതാണ്. വ്യൂവിങ് ആംഗിൾസ് ഇല്ല, OLED ഡിസ്പ്ലേൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാം. സൂപ്പർ റെറ്റിന ഡിസ്പ്ലേന് വരുന്നത്. പിന്നെ ഇതിനകത്ത് വാട്ടർ റെസിസ്റ്റൻസ് കേപ്പബിലിറ്റി ഉണ്ട്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് iOS 15 ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് iOS 15. പിന്നെ ഇതിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് കിട്ടുന്നത്. ജനറലി iOS 15 കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇതാണ് iOS 15. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇവിടെ കാണാം. പിന്നെ ക്യാമറ UI നോക്കുകയാണെങ്കിൽ ക്യാമറ UIയിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. മാക്രോ മോഡ് ഇൻക്ലൂഡഡ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അൾട്രാ വൈഡ് വെച്ചിട്ടാണ് മാക്രോ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്നത്. പിന്നെ സിനിമാറ്റിക് മോഡ്, ഇതാണ് ഒരു പുതിയ ഓപ്ഷൻ വരുന്നത്. ആക്ച്വലി നമ്മൾ ക്യാമറ ബ്ലർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ പറ്റും. പിന്നെ സ്ലോ മോഷൻ ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4K 60 FPS വരെ സപ്പോർട്ടഡ് ആണ്. പിന്നെ പോർട്രേറ്റ് മോഡ് ആണ്. ഇവിടെ ഫോട്ടോയിൽ നമുക്ക് ഇവിടെ കുറച്ച് അഡീഷണൽ ആണ്. വൈബ്രൻറ്റ്, റിച്ച് കോൺട്രാസ്റ്റ്, സ്റ്റാൻഡേർഡ്, ടോൺസ് നമുക്ക് സെലക്ട് ചെയ്യാം. വാം മോഡ്, കൂൾ മോഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു പുതിയൊരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ iPhone 13 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസും. അപ്പോൾ ഡീറ്റെയിലായി നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. പിന്നെ ഇത് മൾട്ടിപ്പിൾ സ്റ്റോറേജസിൽ അവൈലബിൾ ആണ്. 128GB അല്ലെങ്കിൽ 256GB, 512GB, പിന്നെ 1TB വരെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് റാം ആക്ച്വലി 6GB ആണ് വരുന്നത്. പക്ഷേ ആപ്പിൾ അത് ആക്ച്വലി സ്പെസിഫൈ ചെയ്യുന്നില്ല. പിന്നെ ബാറ്ററി കപ്പാസിറ്റി വളരെ ഇമ്പ്രൂവ്ഡ് ആണെന്നാണ് പറയുന്നത്. കാരണം ഓൾമോസ്റ്റ് ഡബിളൊക്കെ കിട്ടിയവരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം വെസ്റ്റേൺ റിവ്യൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വളരെയധികം ബാറ്ററി പെർഫോമൻസ് വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണെന്നാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വരും ദിവസങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ്. പിന്നെ ഫേസ് ID ഉണ്ട്. ആസ് യൂഷ്വൽ ഫേസ് ID ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യാറില്ല, അപ്പോൾ അതില്ല. അപ്പോൾ ഫേസ് ID ഇൻക്ലൂഡഡ് ആണ്. ക്യാമറ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആപ്പിളിൻ്റെ ലൈറ്റ്നിങ് പോർട്ടാണ് ചാർജിങ്ങിന് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിനകത്ത് സിംഗിൾ സിമ്മാണ് വരുന്നത്. പിന്നെ ഒരു eSIM നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. അപ്പോൾ രണ്ട് ഓപ്ഷൻസാണ് വരുന്നത്. അപ്പോൾ ഇതാണ് iPhone 13 Pro. ആപ്പിളിൻ്റെ A15 ബയോണിക് ചിപ്സെറ്റ്, 5 നാനോമീറ്റർ ചിപ്സെറ്റാണ്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ 5 കോർ ഗ്രാഫിക്സ് GPU ആണ് വരുന്നത്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും നമുക്ക് ഇത്തവണ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് സിയറ ബ്ലൂ എന്ന് പറഞ്ഞ കളറ്. പുതിയൊരു കളറാണ്. ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു ഇൻഹാൻഡ് ഫീലാണ് വരുന്നത്. പിന്നെ ഇത് 204 grams ആണ് വരുന്നത്. 7.7 mm തിക്നെസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് iPhone 13 Proൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ വളരെ ഇംപ്രസീവ് ഡിവൈസ് ആണെന്ന് പറയാം. എന്താ പറയുക, പ്രീമിയം ഹാർഡ്വെയറും പ്രീമിയം എക്സ്പീരിയൻസുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു iPhone 13 Proൻ്റെ മലയാളം അൺബോക്സിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.